യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. 1-ാം അധ്യായത്തിൽ അതാ യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം കണ്ട ദൈവമാണ്. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് ആത്മാവാകുന്ന ദൈവമാണ്. അയിത്തോച്ചാടനമൊക്കെ നടത്തിയ യേശു മുമ്പോട്ട് യാത്ര ചെയ്തത് ശമരിയായിൽ കയറി ആ സ്ത്രീയോട് വെള്ളം ചോദിച്ചു. അയിത്തമുള്ള കാലം അയിത്തം. ഈ സുവിശേഷം കൊണ്ടേ ഇതൊക്കെ മാറുകയുള്ളൂ. അതാ അവിടെ തെളിയുന്നത്. അല്ലെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയുടെയൊക്കെ ചരിത്രം എടുത്ത് സുവിശേഷം വന്നതുകൊണ്ടായ അയിത്തത്തിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നേ. ഒന്നിച്ചൊരു പള്ളിയിൽ ഇരിക്കുകയും ആരാധിക്കുകയും അടുത്തിരിക്കുകയും ഒരു കസേരയിലൊക്കെ ഇരിക്കുകയും ഭക്ഷിക്കുകയും അതെല്ലാം സുവിശേഷം വന്നതുകൊണ്ടാണ്. ഒരു കാലത്ത് എല്ലാവർക്കും എല്ലായിടത്തും ചെല്ലാനും എല്ലാ വീട്ടിൽ കയറാനും ഒന്നിച്ചിരിക്കാനും അടുത്തിരിക്കാനും ഒന്നും അനുവദിക്കത്തില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള ചില ഇടങ്ങളൊക്കെ ഉണ്ട്. ചിലയിടത്ത് ഇപ്പോഴും ചിലരെ കയറ്റത്തില്ലല്ലോ. ചിലർ കയറുമെന്നൊക്കെ പറയുന്നുണ്ട്. കയറ്റുമോ എന്നുള്ളത് നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല. ഒരു ദിവസം ഞാൻ പോകുമെന്നോ ചെല്ലുവെന്നോ എന്നിട്ട് അവർ പറഞ്ഞു മിക്കവാറും ഞങ്ങൾ കയറ്റുന്നതിനെ. അവിടെ ഉള്ളവർ തന്നെ കയറിയിട്ട് പിന്നെയും പ്രശ്നമാണ്. പക്ഷെ ഈ സുവിശേഷത്തിൻ്റെ വിശേഷത എല്ലാവരും ഒരുപോലെ കാണും. അതാ അതുകൊണ്ടാണ് കർത്താവ് ശമരിയിൽ ചെന്നത്. ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചു. ദൈവത്തിൻ്റെ മഹത്വം വിസ്തരിക്കുന്നില്ല. സുവിശേഷം കൊണ്ടേ ഇതൊക്കെ മാറുകയുള്ളൂ. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതെ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂല കാരണം സുവിശേഷം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകണമെങ്കിൽ സുവിശേഷം കൊണ്ടേ നടക്കൂ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലാതെ ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടല്ല. ദൈവത്തിന് മഹത്വം. മനുഷ്യനെ മനുഷ്യനായി കാണുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. കാരണം ഈ സുവിശേഷം പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ സുവിശേഷം പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. അതാ ഈ സുവിശേഷം പറയുന്നത്. അല്ലാതെ ഞങ്ങൾ ഇച്ചിരി കൂടിയ പുള്ളിക്കാരാ, അവർ കുറഞ്ഞതാ, മറ്റവർ താഴേക്കിടയിൽപ്പെട്ടതാ, ഇവരും അവരുമായിട്ട് സഹകരിക്കരുത്, മറ്റവർ പ്രത്യേക സ്ഥലത്ത് പോകും, ഇവരിന്ന സ്ഥലത്ത് അല്ലല്ല. സകല ആൾക്കാരുടെയും ആത്മാവ് വിലയേറിയതാണ്. സുവിശേഷം അതാ പറയുന്നത്. ഒരു മനുഷ്യന്റെ ആത്മാവ് ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സഭയിൽ ആര് വന്നാലും നമ്മൾ ഉൾക്കൊള്ളുന്നത്, ഇല്ലേ? അതെ, നിങ്ങൾ വന്ന് നോക്ക്, മറ്റുള്ളവർ വന്ന് നോക്ക്. ആര് വന്നാലും നമ്മൾ സ്വീകരിക്കുക, ഇല്ലയോ? മിണ്ടുന്നില്ല. അതെ, ഒരു ഭിക്ഷക്കാരൻ വന്നാലും കൈ കൊടുത്തവനെ ഇരുത്തണം. ഭിക്ഷക്കാരൻ അവൻ്റെ സാഹചര്യം കൊണ്ടാണ് ഭിക്ഷ എടുക്കുന്നത്. അവൻ്റെ ആത്മാവും വിലയേറിയതാണ്. ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ വന്നാലും കൈ കൊടുത്ത് സ്വീകരിക്കണം. ആ മാന്യ വ്യക്തിയുടെയും ആത്മാവ് വിലയേറിയതാണ്. വഴിയിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നവൻ്റെ ആത്മാവും ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ആത്മാവും ഈ വേദപുസ്തകം അത് രണ്ടും ഒരുപോലെ ആണെന്ന് നിങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നേ. അല്ല, ഒന്നുകൂടെ തെളിച്ച് പറയാം. യാതൊരു ഗതിയും ഗത്യന്തരവുമില്ലാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട ഒരു വ്യക്തിയെ അങ്ങ് ചിന്തിച്ചു. ആർക്കും വേണ്ട, കാണാനും ചന്തമില്ല, വിദ്യാഭ്യാസവുമില്ല, കുലീനതയൊന്നുമില്ല, യാതൊരു ഗതിയും ഗത്യന്തരവുമില്ല. ആ വ്യക്തിയുടെ ആത്മാവും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആത്മാവും രണ്ടും ഒരുപോലെ വിലയേറിയതാണ്. അതായത് സുവിശേഷത്തിന്റെ വിശേഷത. ഇവിടെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ആത്മാവും ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവരുടെ ആത്മാവും രണ്ടും ഒരുപോലെ വിലയുള്ളതാണ്. അതായത് സുവിശേഷത്തിന്റെ വിശേഷത. മനസ്സിലായോ? അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെയാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട പുള്ളിയാണ് എല്ലാം വെച്ചേക്കുന്നത്. അങ്ങനെ വെച്ചേക്കുന്നത്. എന്നാ പറഞ്ഞാൽ അമേരിക്ക ആയിക്കോട്ടെ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ആത്മാവും ഇവിടെ സാധാരണ ഒരു മനുഷ്യന്റെ ആത്മാവ് രണ്ടും ഒരുപോലെ. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഈ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുക. അതാ സുവിശേഷത്തിന്റെ വിശേഷത.
രണ്ടുപേര് വന്നാലും കൈ കൊടുത്ത് നമ്മൾ സഭയെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാത്ത ഏതേലും സഭയുണ്ടെങ്കിൽ അത് ദൈവസഭയല്ല, കള്ളന്മാരുടെ ഗുഹയാ. ഭിക്ഷക്കാരൻ മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വീകരിച്ചു വന്നാൽ കൈ കൊടുത്ത് അവൻ ഇരിക്കാൻ സീറ്റ് കൊടുക്കണം. അമേരിക്കൻ പ്രസിഡന്റും ട്രംപ് രക്ഷിക്കപ്പെട്ട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വരാന് കൈ കൊടുത്ത് പുള്ളിയെയും ഇരുത്തണം. രണ്ടുപേരുടെ ആത്മാവ് വിലയേറിയതാ. അതാ ഈ സുവിശേഷത്തിന്റെ വിശേഷത. അല്ലാതെ പുള്ളിയുടെ ഇച്ചിരി മുഴുത്ത ആത്മാവും ഈ പുള്ളിയുടെ ഇച്ചിരി അല്ലല്ലല്ല. ഭൂലോകത്തെക്കാളധികം വിലയുള്ള നിന്റെ, ഭൂലോകത്തെക്കാളധികം വിലയുള്ള നിന്റെ ആത്മാവിനെ കരുതിടാഞ്ഞാൽ അന്തമെന്താകും? ആത്മാവിനെ കരുതിടാഞ്ഞാൽ അന്തമെന്താകും? അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം. അധികവാസം ഇകത്തിലില്ലേ ഒടുവിലെന്താകും? അധികവാസം ഇകത്തിലില്ലേ ഒടുവിലെന്താകും? മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യന്റെ ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ആത്മരക്ഷ അതുകൊണ്ട് യേശുവിൽ കൂടി തന്നെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ 4-ാം അധ്യായത്തിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും സൗഖ്യമാക്കുന്ന ദൈവമാണ്. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന പ്രത്യേക രോഗം മാത്രമല്ല, മുഴ തന്നെ മാറ്റുന്ന ആൾക്കാരുണ്ട്, വയറ്റുവേദന മാത്രം മാറ്റുന്ന ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ്, തലവേദന മാത്രം മാറ്റുന്ന ആൾക്കാർ ഉണ്ട്, ഞൊണ്ട് തന്നെ മാറ്റുന്ന ആൾക്കാർ സ്കെയിലെടുത്ത് പിടിക്കുക, നീളം വെച്ച് വന്ന് ഓരോരുത്തരുണ്ട്. അയ്യോ, ഈ തിരുവചനം പഠിപ്പിക്കുന്നത് സകല രോഗത്തെ സൗഖ്യമാക്കും. പനി മാത്രമല്ല, ബ്രെയിൻ ട്യൂമറും സൗഖ്യമാകും. ഷുഗറിൻ്റെ പ്രോബ്ലം മാത്രമല്ല, ക്യാൻസറും സൗഖ്യമാകും. കിഡ്നി പ്രോബ്ലം മാത്രമല്ല, ഹാർട്ടിൻ്റെ പ്രോബ്ലവും മാറും. നിന്റെ ശരീരത്തെ ഏതെല്ലാം രോഗം നിന്നെ അലട്ടുന്നുണ്ടോ അതിനെ മുഴുവനും സഭയ്ക്ക് തരുവാൻ കഴിവുള്ളവനായ യേശു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പണരാൽ സൗഖ്യം വന്നു വിരിക്കുന്നു. പുസ്തകം പഠിപ്പിക്കുന്നത് യഹോവ നിന്റെ അകൃത്യമൊക്കെ ഈ മോചിക്കും, സകല രോഗത്തെ സൗഖ്യമാക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പാപങ്ങൾ ഒത്തമിതം പരൻ പകരം നമ്മോടു പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾ ഒത്തമിതം പരൻ പകരം നമ്മോടു പ്രവർത്തിക്കുന്നില്ല. വാനം ഭൂമിക്കുമേൽ ഉന്നതം പോലെ തന്റെ ഭക്തർമേൽ ഉന്നതം തന്നെ അവറുപൊടി അവനോർ വിടുന്നു. എൻ മനമേ ദിനം വാഴ്ത്തുക നീ എന്റെ സർവാന്തരംഗമേ യഹോവയെ. എൻ മനമേ ദിനം വാഴ്ത്തുക. അപ്പൊ ശ്രദ്ധിക്കുക, സകല രോഗത്തെയും അവിടുന്ന് സൗഖ്യമാക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതാ കാണുന്നത്, സകല ദീനങ്ങളും വ്യാധികളും പുറപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമെന്ന ജീവന്റെ അപ്പം, ആ വിഷയം, ആ ജീവന്റെ അപ്പം. 6-ാം അധ്യായം, നമ്മൾ 6-ാം അധ്യായത്തിന്റെ 49-ഉം 50-ഉം വാക്യങ്ങളാണ് വായിച്ചത്. അപ്പോൾ 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. അപ്പോൾ ഈ ജീവന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന്, എന്നാൽ പിതാക്കന്മാരാകുന്ന യഹൂദജനം, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മന്ന തിന്നു. 2 അപ്പം, ഒന്ന് മരുഭൂമിയിൽ ലഭിച്ച അപ്പവും 2 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പവും. എന്നാൽ അവിടെ പറയുക, ആ അപ്പം തിന്നവര് ഏതാ? മരുഭൂമിയിൽ മന്ന തിന്നവരെല്ലാം മരിച്ചുപോയി. എന്നാൽ കർത്താവ് പറയുക, ഈ അപ്പം തിന്നുന്നവനോ. ഇനി 49-ഉം 50-ഉം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. നിങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. മരിച്ചു. ശ്രദ്ധിച്ചേ, മരിക്കണം. അല്ല, മരിച്ചില്ലേ പ്രശ്നമാ?
രണ്ട് വശവും പറയണമല്ലോ. മരുഭൂമിയിൽ മന്ന നിന്ന നിങ്ങളുടെ പിതാക്കന്മാരെല്ലാം മരുഭൂമിയിൽ മരിച്ചു. അതിന് മരിക്കാൻ പല കാരണമുണ്ട്. ഒരു കാരണം പറയാം, എല്ലാം എടുക്കാൻ നേരമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേര് വീണുപോയതുപോലെ. ഇനി 5-ാം വാക്യം വായിച്ചേ. 5. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു വീണു പട്ടു. ഇങ്ങനെയൊക്കെയാ പദം. തെള്ളിയിട്ടു വീണു പട്ടു. അതിന് പല കാര്യമുണ്ട്. ആ അധ്യായത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ഈ ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തെള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കുന്നതെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത പാദം വായിച്ചേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. അവർ മോഹിച്ചതുപോലെ. അപ്പൊ ഈ മരുഭൂമിയിൽ ഇവര് ഈ മന്ന തിന്നിട്ട് മരിച്ചു പോകാൻ കാര്യം ഒന്ന്, മോഹം. എന്തോ മോഹമാ? ദുർമോഹം. അടുത്ത പദം വായിച്ചേ. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ. അപ്പൊ ഈ മന്ന തിന്നവരും മരിച്ചുപോയി. ആ ഭാഗത്ത് 5 കാര്യമാ മരിക്കാൻ കാര്യം. ഒന്ന്, ദുർമോഹം. ദൈവമക്കൾക്ക് ദുർമോഹം ഉണ്ടാകരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി മിണ്ടുന്നില്ല. ചിലക്ക് ഭയങ്കര ആഗ്രഹമല്ലേ മോഹം. വിഷയഭോഗങ്ങളാലില്ലോരു തൃപ്തി. എത്ര കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. ചങ്ങലയിലും ചങ്ങല ഭയങ്കരം. ചങ്ങലത്തളപ്പിങ്കൽ നിൽക്കും ഏകത്രപത്തനാശ ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ. അളർക്കൻ പോലെ ആശകൾ തോറും ഓടി നടക്കുന്നില്ല എന്നെ. അതിനാൽ ആയുസിന്റെ നശ്വരതയും പാപകൃതിയും വിഷയഭോഗങ്ങളാലില്ലോരു തൃപ്തി. യവസുഷരവും പിന്നെ പാത്രവും ഉടഞ്ഞു ആരോട് പറയാൻ? ചങ്ങലയിലും ചങ്ങല ഭയങ്കരം. ചങ്ങല ഭയങ്കരമാ. അതിലും ഭയാനകമാ ചങ്ങല. മോഹം. ചങ്ങലയിലും ചങ്ങല ഭയങ്കരം. ഞങ്ങളത്തളക്കുമെങ്കിൽ നിൽക്കും ഏകത്രപത്തൻ. ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ. അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കുന്നില്ല അന്യേ. ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ അളർക്കൻ എന്ന് പറഞ്ഞാൽ പേപ്പട്ടി. കുക്കുരം പട്ടി, കുക്കുടം കോഴി, അളർക്കൻ പേപ്പട്ടി. ഈ മോഹങ്ങൾ, ദുർമോഹം അകത്തോട്ട് കയറിയാൽ പേപ്പട്ടി നടക്കും പോലെ നടക്കും. കണ്ടിട്ടില്ലേ ജല്ലിന് പോകുന്നത്? പേപ്പട്ടി, നിങ്ങൾ പേപ്പട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും ശ്രദ്ധിക്കത്തില്ല. വാലുമൊക്കെ താത്ത് നാക്കുമൊക്കെ നീട്ടി ഇങ്ങനെ അങ്ങ് നടക്കുക. ആരെ കണ്ടാലും കടിക്കും. ചില ആൾക്കാർക്ക് മോഹവും ആഗ്രഹവും കയറിയ പേപ്പട്ടി പോകുമ്പോൾ വണ്ടി വരുന്നതും കാണുന്നില്ല, ഓട്ടോ വരുന്നതും കാണുന്നില്ല, സ്കൂട്ടറുകാരൻ വരുന്നതും കാണുന്നില്ല. ഇത് മെയിൻ റോഡാന്ന് പോലും മിണ്ടുന്നില്ല. വണ്ടിക്കാർ പെട്ടെന്ന് നിർത്തുക. ദൈവമേ, ഇത് ചെല്ലി വെക്കില്ല. ഇത് എവിടെ നിന്ന് ഇറങ്ങി? അയ്യോ, പേപ്പട്ടിയാ. കാരണം ഈ ആഗ്രഹവും മോഹവും അകത്തോട്ട് കയറിയിട്ട് ഇതെന്തുവാണെന്നും അവർക്ക് അറിയാൻ മേല. ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ. അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കുന്നില്ല എന്നെ. അതിനാൽ ആയുസ്സിന്റെ നശ്വരതയും. ഞാൻ സമയം വന്നത് സമയം 5 മിനിറ്റ് കൂടെ എടുക്കാവോ? അതോ നിർത്തണോ? ഞാനന്ന് ഒന്നും തുടങ്ങിയില്ല. എന്നാലും നിങ്ങൾ ഇത്ര നേരം ഇരുന്ന് തരുന്നല്ലോ. അപ്പൊ ഈ മോഹങ്ങൾ അകത്തോട്ട് കയറിയാൽ നശിക്കും, പട്ടുപോകും. നിങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു. മരിക്കാൻ കാര്യം ഇതാ.
ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ, മോഹങ്ങൾ. അപ്പം ദൈവമക്കള് ഇങ്ങനെയുള്ള വികാര മോഹങ്ങളെ പിടിച്ചടക്കണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന സകല വിചാരങ്ങളെയും ഉയർച്ചകളെയും പിടിച്ചടക്കണം. അത് സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ ഒക്കൂ. ആത്മശക്തി ഒന്നുകൂടെ ആർജിച്ചെടുക്കാനാ ഉപവാസവും പ്രാർത്ഥനയും കൂട്ടായ്മയും. അതിനായത് സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, കായബലം കൊണ്ടും ഒക്കത്തില്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ടും ഒക്കത്തില്ല, സാമുദായിക ബലം കൊണ്ടൊന്നും ഒക്കത്തില്ല. ദൈവശക്തി കൊണ്ടേ ഒക്കൂ. ആ ദൈവശക്തി വീണ്ടും ആർജിച്ചെടുക്കാനാ ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും. ഈ ചൂടും പിടിച്ചല്ലേ പറയും, ഈ ചൂടും പിടിച്ച് ഇതുങ്ങളല്ല ഇവിടെ വന്നിരുന്ന് കടന്ന് ഈ കൊട്ടുകയും പാടുക. ഇതുങ്ങൾക്ക് എന്നാ പറ്റി? അയ്യോ എൻ്റെ പൊന്ന് സഹോദര, ഞങ്ങളുടെ സ്വയം കൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കത്തില്ല. ഞങ്ങൾക്ക് ദൈവശക്തി ആവശ്യമാണ്. ചിലർക്ക് ഇത് പോഷത്വമായിട്ട് തോന്നും. ഇത് പോഷത്വമായിട്ട് ഈ ചൂടും പിടിച്ച് ഇതുങ്ങൾക്കൊക്കെ. ഇന്നാളെ ഒരാൾ പറഞ്ഞു, ഇതുങ്ങൾക്കൊന്നും കുടുംബത്തൊന്നും ഒരു പണിയില്ലേ എന്ന്. വേറെ ചില പറഞ്ഞു, ഒരു ജോലിയില്ലാത്ത കുറേ അവന്മാര്. അല്ലല്ല, എല്ലാവർക്കും ബന്ധപ്പാടുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഈ സമയം കണ്ടെത്തി ഇരിക്കുന്നതിനാന്ന് ചോദിച്ചാൽ സ്വയശക്തി കൊണ്ടും കായബലം കൊണ്ടും ഒന്നും ഒക്കത്തില്ല, ദൈവശക്തി കൊണ്ടേ ഒക്കൂ. അത് കുറച്ചുകൂടെ ഒന്നിച്ചിരുന്ന് പാടി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പ്രത്യേക ദൈവശക്തി ദൈവം ഞങ്ങളുടെ മേൽ പകരും. ആ ശക്തിയാലാണ് ഞങ്ങൾ നടത്തപ്പെടുന്നത്. കൊച്ചുകുഞ്ഞുപദേശി പാടിയൊരു പാട്ടിന് വരിയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒക്കത്തില്ല. നിങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു. മരിക്കാൻ വിശദീകരിക്കുന്നില്ല. മരിക്കാനുള്ള ഒന്നാമത്തെ കാരണം ദുർമോഹം. എന്ത് കണ്ടാലും അങ്ങ് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. എന്ത് കണ്ട ചില വീട്ടിലൊന്നും കൊണ്ടുചെല്ലാനൊക്കത്തില്ല. അവിടെ ഇരിക്കുന്ന എല്ലാം അങ്ങ് ആഗ്രഹം. ഇതെവിടെ നിന്നാ ഇത് മേടിച്ച്? നല്ലതാണല്ലോ, ഇത്ര വേറെ ഉണ്ടോ? ഒരെണ്ണം കൂടെ എടുക്കാൻ. മനസ്സിലാകുന്നില്ലല്ലയോ? ഭയങ്കര മോഹങ്ങളാണ്. ആരെങ്കിലും ഒരാൾ മൊബൈലുമായിട്ട് വന്നാൽ അതെടുത്ത് നോക്കുക. ഇരിക്കുമ്പോഴേ നോട്ടം മൊബൈലില്ല. അടുത്തിരിക്കുന്നതിനെ വിളിച്ച് കാണിക്കും എന്നുവെച്ച് പിന്നെ ഇടപെടുമ്പം അതെടുത്ത് വെച്ച് ഇതെവിടെ നിന്നാ? വെളിയിൽ നിന്നാന്നോ? പെരക്കകത്തുണ്ടാക്കുകയല്ലോ. അങ്ങ് മോഹങ്ങളാണ്. അയ്യോ, ഇങ്ങനെയുള്ള മോഹങ്ങളകത്ത് കണ്ടമാനം വന്നു കഴിയുമ്പോൾ പട്ടുപോകുമെന്ന്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു എന്നിട്ടും മരിച്ചു. അതിനുള്ള ഒരു കാരണം ഇതാ. പിന്നെ താഴോട്ട് ധാരാളം കാര്യമുണ്ടല്ല, ഞാൻ വിവരിക്കുന്നില്ല. 5 കൂട്ടം കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തെ കൂടാതെയുള്ള ആരാധനയും. ഒന്നും വായിക്കണ്ട. പരസംഗവും ദൈവത്തെ പരീക്ഷിക്കുന്നു. ഒടുവിലായിട്ട് എഴുതുന്നുണ്ട് പെറുപെറുപ്പ്. അതുകൊണ്ടൊക്കെയാണ് മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചു പോയത്. മന്ന തിന്ന പലരും മരുഭൂമിയിൽ മരിച്ചു വീണപ്പോൾ യേശുക്രിസ്തു പറയുക, ഇതോ തിന്നുന്നവൻ ഒരു നാളും മരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിത്യജീവൻ കിട്ടാൻ എന്തോ ചെയ്യണം? ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണം? എല്ലാവർക്കും ആഗ്രഹമാണ് മരിക്കാതിരിക്കാൻ നമ്മൾ ഒത്തിരി കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർ വെളുപ്പിനെ എഴുന്നേറ്റ് നടക്കുന്ന കാണാം. ഭാര്യയും ഭർത്താവും കൂടെ, പുള്ളിയുടെ കയ്യിലൊരു വടിയൊക്കെ ഉണ്ട്, പട്ടിയെ തല്ലാനാ. 2 പേരൂടെ നടക്കുക. അതിൻ്റെ ഉദ്ദേശം ഇതാ, ഉടനെ എങ്ങും മരിക്കരുത്, കിടപ്പിലാകരുത്. ചില മരിക്കാതിരിക്കാൻ ഭക്ഷണത്തിലൊക്കെ ഒത്തിരി ക്രമീകരണം നല്ലതാ, തെറ്റൊന്നുമില്ല. നാളെ ഒരാൾ പറഞ്ഞു, എനിക്കത് വേണ്ട, പെട്ടെന്നൊന്നും ചാകുന്നില്ലെന്ന്. മരിക്കാതിരിക്കാനാ. ചില മധുരമല്ല അങ്ങ് പാടെ വർജിച്ചു. അതിന് മൂലകാരണം പഠിച്ചാൽ മരിക്കാതിരിക്കാനാ. കാരണം ഇത് തിന്ന് പെട്ടെന്ന് ഷുഗർ കൂടി കുറച്ച് മുറിച്ചോ അല്ലെ അങ്ങേയറ്റം പറ്റി പെട്ടെന്ന് പോകണ്ട. നാളെ ഒരാൾ പറഞ്ഞു പെട്ടെന്ന് പോകുന്നില്ലെന്ന്. അതുകൊണ്ടാണ് മരിക്കാതിരിക്കാനാ. വേറെ ചിലർ മരിക്കാതിരിക്കാൻ ധാരാളം മരുന്ന് കഴിക്കുന്നുണ്ട്. മരിക്കാനാണെങ്കിൽ മരുന്ന് കഴിക്കണ്ടല്ലോ, പെട്ടെന്ന് പോകരുതോ?
ഈ മരുന്നെല്ലാം വേറൊരാൾ ഭക്ഷണം കഴിച്ചപ്പം വേറെ മരുന്ന് കഴിച്ചപ്പോൾ ചോദിച്ചാൽ അതെന്തുവാ? നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ടെന്ന്. അങ്ങനല്ലേ പുസ്തകത്തിൽ വാക്യം? നിങ്ങളറിയാത്ത ഒരു ആഹാരം ആയിക്കോട്ടെ. ചിലരെ ചോറിനേക്കാളും കൂടുതൽ ഗുളികയാണ് കഴിക്കുന്നത്. ഇതിനെല്ലാം കാരണം മരിക്കാതിരിക്കാനാ. ഞാനതിനെ എതിർക്കുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണം? 2-3 കാര്യം പറഞ്ഞ് നിർത്താം. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1-2 പെട്ടെന്ന് വായിച്ചാട്ടെ. പെട്ടെന്ന് വായിച്ചോ, നിർത്താൻ പോവുക. ഉൽപ്പത്തി പുസ്തകം 42-ന്റെ 1-2 പെട്ടെന്ന് വായിര്. മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണം? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞു. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അടുത്തത്, നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം ശ്രദ്ധിച്ചേ. മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം യാക്കോബ് തന്റെ പിള്ളേരോട് പറയുക, നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊണ്ടുവരണം. വിശദീകരിക്കുന്നില്ല. മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞതിൻ്റെ ആത്മീയ അർത്ഥവും കൂടെ പറയാം. വെളിപ്പാട് പുസ്തകം 11-8 വായിച്ചേ. മിസ്രയീം എന്തുവാ ആത്മീയമായിട്ട് പറയുമ്പോൾ? 11-8 വെളിപ്പാട് പുസ്തകം 11-8 വാക്യം പെട്ടെന്ന്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും എന്ന് പറഞ്ഞാൽ, ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരത്തിന്റെ വീഥികളിൽ അവരുടെ ശവം കിടക്കും എന്ന് പറഞ്ഞാൽ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടം. അപ്പൊ ആത്മീകമായി മിസ്രയീം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചോ, മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ക്രൂശിന്റെ ചുവട്ടിൽ ചെന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രമായ രക്ഷകൻ. നിനക്ക് നിത്യജീവൻ ലഭിക്കുവാൻ നാം എന്നേക്ക് ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഘടകം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2 പേരും യേശുവിൻ്റെ അടുത്താ, പക്ഷെ ഒരുത്തനെ രക്ഷപ്പെട്ടുള്ളൂ. ഒരുത്തനെ 2 പേരും ചേർന്ന് കിടക്കുക അടുത്തടുത്താ. അടുത്ത് കിടന്നതുകൊണ്ട് കാര്യമായില്ല, ഏറ്റു പറയണം. മറ്റവൻ അടുത്ത് കിടന്ന് ദൂഷിക്കുകയാ ചെയ്തത്. നീ ദൈവമാണെങ്കിൽ നിന്നെയും രക്ഷിക്കുക, ഞങ്ങളെയും കൂടെ എങ്ങനെയും താഴെ ഇറക്കാൻ. അന്നേരം മറ്റവൻ ഇച്ചിരി വെളിവുള്ളവനാ. അവൻ പറഞ്ഞടാ, മുടിഞ്ഞവൻ അങ്ങനെ എഴുതിയിട്ടില്ല, മുടിഞ്ഞവനെ ആണി കയറിയിട്ട് നീ ഒതുങ്ങുകയല്ലേടാ. നമ്മൾ എന്തെല്ലാം തോന്നിവാസം ചെയ്തതിൻ്റെ ശിക്ഷയായിട്ടായി ഊശയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. ഈ നീതിമാൻ ഒന്നും ചെയ്തിട്ടില്ല, അവൻ അത്രയും വെളിവുണ്ടായിരുന്നു. ഈ നീതിമാൻ ഒന്നും ചെയ്തില്ല, നാ കിടക്കടാന്ന് പറഞ്ഞു. ചാകാൻ നേരത്ത് നീ തോന്നിവാസം പറയാന്ന്, നാ കിടക്കും. ഈ നീതിമാൻ ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു നിർത്തിയ ചവൻ പറഞ്ഞു, യേശുവേ നീ രാജത്വം പ്രാപിച്ചവനെ എന്നെയും കൂടെ ഓർക്കണം. അപ്പൊ അവന് ബോധ്യപ്പെട്ടു, അവിടുന്ന് രാജാതിരാജാവാ, അവിടുന്ന് വീണ്ടും തിരിച്ചു വരും, അവിടുന്ന് രക്ഷകനാണ്. ആ ക്രൂശിൽ കിടന്നവൻ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസാകില്ല. അപ്പൊ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രക്ഷ തേടി ദൂരോട്ടൊന്നും പോകണ്ട, രക്ഷ അടുത്തല്ലേ, സമീപത്താ. ഞാൻ ഇങ്ങനെ പറയുന്നത്, പെട്ടകം ഇത്തരം കനമേ ഉള്ളൂ, പലകയുടെ കനം. ആ പലകയുടെ വെളിയിലെ വെള്ളം ന്യായവിധി, അകത്ത് രക്ഷ. രക്ഷയ്ക്കും ന്യായവിധിക്കും ഇടയിലൊരു എൻ്റെ ഇത്ര ഇഞ്ച് കനമുള്ള പലകയേ ഉള്ളൂ. ഇതിന് വെളിയിൽ ന്യായവിധി, അകത്ത് രക്ഷ. രക്ഷ ദൂരത്തല്ല, അടുത്താ. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടണം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതുകൊണ്ട് മരിക്കാതിരിക്കാൻ ചെയ്യേണ്ടത്, 1 ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, ഇരിക്കുന്ന ഇടത്തിൻ്റെ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ യേശുവെ എന്നെ രക്ഷിക്കണം. 2 കാര്യമൂടെ പറഞ്ഞ് നിർത്താം. മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണം? മരിക്കാതിരിക്കാൻ
ഒരു വാക്യം വായിച്ച ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വായിച്ചു. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അതാ മരിക്കാതിരിക്കാൻ അതാ ചെയ്യേണ്ടത്. തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നരുത്, അത് മതി. അരുത്. ഈ വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ അരുതെന്ന് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ യാതൊന്നും ഇങ്ങനെയൊക്കെയാ അരുത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒറ്റവാക്കി പറഞ്ഞാൽ വേർപാട് പാലിക്കണം. മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം കർക്കശമായി വേർപാട് പാലിക്കണം. പാപത്തോടും ലോകത്തോടും ലോക ഇമ്പങ്ങളോടും ലോക ആഡംബരങ്ങളോടും ലോകമോഹങ്ങളോട് വിരക്തി തോന്നി വേർപാട് പാലിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ എന്നേക്കും ജീവിച്ചിരിക്കും. ഇന്ന് രാത്രി ആ സമർപ്പണത്തോടെ വേണം നമ്മൾ ഈ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. ദൈവത്തിൻ്റെ മഹത്വം. ധാരാളം കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്കിലും ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നു. തന്നെയല്ല, ഗുണമാകാനാന്നേ ഇത്രയും മതി, നന്നാകാനാന്നേ പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ളൂ. പാതിരാത്രി വരെ ഇരുത്തിട്ട് തന്നെ എടുക്കാനാ. നന്നാകാൻ ഗുണമാകാനാന്ന് ഇത് തന്നെ കൂടിപ്പോയെന്നാണ്. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കുക. എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണം. മരിക്കാതിരിക്കാൻ അവിടുത്തെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് അങ്ങേ രക്ഷിതാവായി സ്വീകരിച്ച് വേർപാട് പാലിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് താല്പര്യമുള്ള ഒരു പ്രാർത്ഥന. എൻ്റെ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം മോചിക്കണം. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണം. അവിടുത്തെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണം. അവിടെ നിൻ്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരണം. രക്ഷിക്കണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച സകല ആൾക്കാരെ യേശു ഇന്ന് രാത്രി രക്ഷിച്ചിരിക്കുക. ആ രക്ഷാനിർണയം പ്രാപിച്ചവരെ വിശ്വസ്തരും വിശുദ്ധരുമായി കർത്താവിനെ ഭജിച്ച് ആ കൈവിടപ്പെടാതെ നിത്യതയിലെത്തുവാൻ എന്നേക്കും ജീവിച്ചിരിക്കുവാൻ ഈ വചന ശുശ്രൂഷ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചു. എന്നെ ഈ ശുശ്രൂഷ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. സമയം പോയതുകൊണ്ട് ഞാൻ പറഞ്ഞതിലും 5-6 മിനിറ്റ് കൂടുതലെടുത്തു. അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല. ഞാൻ പാടി നിങ്ങളുടെ സമയം കളഞ്ഞൊന്നും വേണ്ട.